ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ എത്തിയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. അവർ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എന്താ മോനെ പേര്? സഞ്ജയ്. സഞ്ജയ്. സജീവ്. സജീവ്. നിഷ. നിഷ. മോന്റെ പേരെന്താ? സായി. സായി. സായിമൻ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ 4 പേരും 4 മത്സരാർത്ഥിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താൻ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന്റെ രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡിയാണോ? റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ്? സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാണ്? ഇല്ലാത്ത ആക്ഷൻ എനിക്കറിഞ്ഞൂടാ. റിയാക്ഷൻ അല്ല. അറിയത്തില്ല. 10 ക്വസ്റ്റ്യൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ക്വിറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കിയോളൂ. ക്ലൂ തരാം. നമ്മൾ തലയിലേക്ക് പുരട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം പ്ലസ് ആക്ഷൻ. എന്താണ് ആക്ഷൻ? എന്താ പറഞ്ഞു? അല്ല. ഷാമ്പു. നമ്മൾ ഈ തലവേദനയ്ക്കൊക്കെ പുരട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാ. യെസ്, കറക്റ്റ് ആൻസർ. ആൻസർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമായാലോ, നല്ല രീതിക്ക് തന്നത്. ഓക്കെ, അപ്പോൾ ചേട്ടന് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ടെൻഷനൊക്കെ മാറിയോ? ഒരിക്കലും പറക്കാത്ത കാക്ക ഏതാണ്? ഒരിക്കലും പറക്കാത്ത കാക്ക. ഇക്കാക്ക. കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പ്. ചേട്ടന് നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്ത് എല്ലാ പേരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ്? ഇഷ്ടപ്പെടുന്ന ഹരി. ഹരിയ. ഹരി. ഇതൊരു ഇംഗ്ലീഷ് വേർഡിന്റെ ഇംഗ്ലീഷ് വേർഡിന്റെ മലയാളത്തിൽ പറയുന്നതാ. ക്ലൂ തരാം. സാധാരണ കമ്പനികളിലൊക്കെ കാണപ്പെടാറുണ്ട്. എന്താണ്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ്? ആൻസർ നമുക്ക് പറഞ്ഞു തരൂ. എന്താ ആൻസർ നമുക്ക് പറഞ്ഞു തരൂ. നോ, ഇത് അങ്ങനത്തെ കളിയല്ല. ഹരി ഇംഗ്ലീഷ് വേർഡാണ്. പറഞ്ഞോളൂ ആൻസർ. അറിയത്തില്ല? ടൈം ഔട്ടായി. ഓഹരി. ഓഹരി. എല്ലാം ക്ലാസ് എടുക്കുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ടല്ലേ വരുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ഏട്ടാ? 4ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ, സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? ഇതൊരു മലയാള അക്ഷരമാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും ഉണ്ട്. മോൻ പറഞ്ഞു. അപ്പൊ മോന് നല്ലൊരു ക്ലാപ്പ്. സായിയെ കുറിച്ച് പറഞ്ഞു. സായിക്ക് പറഞ്ഞോട്ടെ. ഇനി സായിക്ക് ചെറിയ വിഷമമുണ്ടല്ലേ ചേട്ടാ? ആൻസർ അടുത്ത ആൻസർ മോന് പറയാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർക്കും പാട്ട് പാടാൻ വയ്യ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 5ാമത്തെ ക്വസ്റ്റ്യൻ. ല എന്ന അക്ഷരം പോയാൽ കുഴപ്പം ആകുന്നത് എന്താണ്? ല എന്ന അക്ഷരം പോയാൽ കുഴപ്പം ആകുന്നത് എന്താണ്? ഇതൊരു പലഹാരമാണ്. ല എന്ന അക്ഷരം പോയാൽ കുഴപ്പമാകുന്നത് എന്താണ്? ഇതൊരു പലഹാരമാണ്. എല്ലാ പേരും കഴിച്ചിട്ടുണ്ട്. അല്ല.
ല എന്ന അക്ഷരം പോയാൽ കുഴപ്പം ആകുന്ന ഇത് എന്താണ്? ഇതൊരു പലഹാരമാണ്. ക്ലൂ തന്നിട്ടുണ്ട് ആദ്യമേ. ആ പലഹാരത്തിൽ തന്നെ ഈ അക്ഷരങ്ങളെല്ലാം ഉണ്ട്. അതിൽ ല അങ്ങ് പോകുമ്പോ കുഴപ്പമാകും. ഏതാ ഏതാ നീയല്ലേ പറയാത്ത ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്ന ഏതോ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു. അല്ല ആ പറഞ്ഞോ. ആൻസർ പറഞ്ഞോ. എന്തെങ്കിലും പറയാം. എനിക്ക് പറഞ്ഞ ഞാൻ പറയാം. ഇതെന്തോന്ന് ഷെയർ ചെയ്ത് കുഴപ്പം. മോനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആൻസർ. അപ്പൊ മോന് സായി മോന് നല്ലൊരു ക്ലാപ്പ്. ഇവിടെ ആരൊക്കെ മോനും പറഞ്ഞു? മോ ആൻസർ പറഞ്ഞായിരുന്ന? ഒന്ന് പറഞ്ഞു. ചേട്ടാ എത്ര പറഞ്ഞു? 2. ഓക്കെ. അപ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? പേ പിടിക്കും. ഗൂഗിൾ പേ. കറക്റ്റ് ആൻസർ. അമ്പട കേമ സണ്ണിക്കുട്ട. കേട്ടിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ. അതാണ് കേട്ടിട്ട്. അവൾ ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. രണ്ടുപേരും 2 ക്വസ്റ്റ്യന്റെ ആൻസർ വീതം പറഞ്ഞിട്ടുണ്ട്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പങ്കുവയ്ക്കും തോറും കൂടി വരുന്നത് എന്താണ്? പങ്കുവയ്ക്കും തോറും കൂടി വരുന്നത് എന്താണ്? കൂടി വരുന്നത് എന്താണ്? ഈ സാധനം പങ്കുവയ്ക്കും തോറും നമുക്കിത് കൂടി കൂടിയേ വരത്തുള്ളൂ. എന്താണ് ആ സാധനം? ക്ലൂ അതാ നമ്മുടെ ടീച്ചർ ഇരിക്കുന്നു. അത്രേ പറയാൻ പറ്റും. ടീച്ചറിന് പെട്ടെന്ന് ആൻസർ പറയാം. പറഞ്ഞു. അറിവ്. കറക്റ്റ് ആൻസർ. അപ്പോൾ ചേട്ടൻ 3 പോയിന്റ് പറഞ്ഞു. മോനിവിടെ 2 പോയിന്റാണ് പറഞ്ഞേക്കുന്നത്. 8ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? 8ാമത്തെ ചോദ്യം. അതെ എന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ഏതാണ്? അതെ എന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം. നമ്മുടെ എപ്പോൾ ആര് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കിതിന് അതെ എന്ന് ഉത്തരം പറയാൻ പറ്റത്തേ ഇല്ല. ഏത് സമയത്തായിരിക്കും? അതെ അല്ല. അതെ എന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ഏതാണ്? അതേ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതേ എന്ന് ഉത്തരം പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. മിനിമം സാധാരണ ഒരു മനുഷ്യൻ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ചെയ്യാറുണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? ടി വി 6 മണിക്കൂർ കാണുമല്ലേ വെച്ച് കള്ളൻ ഫോണിൽ. പിന്നെ ഇവിടെ ചിന്തയിലാണ്. ചേട്ടാ ഇപ്പൊ ആലോചിച്ച് ആൻസർ പറയും. ഏതായിരിക്കും ആ ചോദ്യം? ടൈം ഔട്ടായി. ആൻസർ പറയട്ടെ? നിങ്ങൾ ഉറങ്ങുകയാണോ? നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? 9ാമത്തെ ക്വസ്റ്റ്യൻ. ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ചിക്കൻ കുനിയയും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ചിക്കൻ കുനി ചപ്പാത്തി. രണ്ടിനും ചീയുണ്ടെന്നാണ് ചേച്ചിയുടെ ആൻസർ. അതല്ല ആൻസർ. ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കോഴി. രണ്ടും ഗോതമ്പാ. ചിക്കൻ ചപ്പാത്തി. ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. ചപ്പാത്തി കുനി. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. എനിക്കറിയാം വയ്യ. ചപ്പാത്തി ചടിച്ചു കഴിക്കാൻ ചിക്കൻ ചപ്പാത്തി പരത്തുക. പരത്തുന്ന ആ രീതി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് സംഭവം? ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. പരത്തുക. രണ്ടും കുനിഞ്ഞ് എന്നാണ് പരത്തുന്നത്. ചിക്കൻ കുനിയും ചപ്പാത്തിയും. അതാരാണ് ചിക്കൻ കുനിയും ചപ്പാത്തിയും കുഞ്ഞിൽ നിന്ന് പരത്തുന്നത്? ചപ്പാത്തി പരത്തുന്ന ആ ഒരു പലക. ആ
ഇതാണ് സ്റ്റിക്ക്. ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ. ടൈം ഔട്ടായി ആൻസർ പറയട്ടെ. ചിക്കൻ ഗുനിയ കൊതുക് പരത്തും, ചപ്പാത്തി മനുഷ്യൻ പരത്തും. ഓ എന്റെ ദൈവമേ എന്തൊരു ചിന്ത. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വെള്ളത്തിൽ തന്നെ ജനനം, വെള്ളം കൊണ്ട് തന്നെ മരിക്കും. എന്താണ്? കൊതുക്. വെള്ളത്തിൽ ജനനം, മീനാ? ഇത് നമ്മൾ വലിയ വെള്ളത്തിൽ ജനനം. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ്. അടുക്കളയിൽ കാണുന്ന ഒരു സാധനമാണ്. ഇതിൽ കൂടുതൽ ആൻസർ, വെള്ളത്തിലുണ്ടാകും. ഇതിൽ കൂടുതൽ വെള്ളം കൊണ്ടിനെ മരിക്കും. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരിക്കും. അന്റെ ആ സാധനം കോള എന്തൊരു അതല്ല. അതെന്തുകൊണ്ട് അതിന്റെ പേര്? അതിന്റെ പേര് പായല. മരവാഴ എന്തോ മുട്ടപ്പായലി. വെള്ളം കൊണ്ട് ജനിക്കും. ആ, വെള്ളത്തിൽ തന്നെ ജനനം, വെള്ളം കൊണ്ട് മരണം. വെള്ളത്തിൽ നിന്ന് ജനിക്കും, വെള്ളം അപ്പൊ വെള്ളത്തിലുള്ള എന്തോ ആണ്. വെള്ളത്തിലുണ്ടാക്കുന്ന എന്തോ ഒരു സാധനമാണത്. അതിന് അടുക്കളയിലുണ്ട്. അടുക്കളയിലുണ്ട്. മീൻകറിയാ? മീൻകറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പറഞ്ഞു ആരാണ് ആൻസർ പറയുന്നത് അറിയാം. കറി. എല്ലാ കറികളിലും ഉപയോഗിക്കും. ഉപ്പ്. ഉപ്പ്. കറക്റ്റ് ആൻസർ. ഉപ്പ്. ഉപ്പായിരുന്നു. ശരിയാണ്. അപ്പൊ ചേട്ടൻ എത്ര ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 4. അപ്പൊ 4 ക്വസ്റ്റിന്റെ ആൻസർ. ചേട്ടന്റെ പേരെന്തായിരുന്നു? സജീവ്. സജീവ്. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിൽ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി വിജയിച്ചിരിക്കുന്നത് സജീവ് ചേട്ടനാണ്. സജീവ് ചേട്ടൻ നല്ലൊരു ക്ലാപ്പ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയ സജീവ് ഏട്ടന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറും ആങ്കറുമായ ഞാൻ തന്നെ കൊടുക്കുന്നതാണ്. ഇന്ന് വേറെ ആരുമില്ല. സജീവ് ഏട്ടന്റെ മോൻ സായി മോനാണ് ഏറ്റുവാങ്ങുന്നത് സമ്മാനം. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഒരു പാട്ട്. സൂപ്പറായിരുന്നു. അടിപൊളി. മോനെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു? കൊള്ളായിരുന്നു. പാട്ട് പാടോ? ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ചേട്ടാ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ആദ്യമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഇഷ്ടപ്പെട്ടോ അല്ലേ? ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ.